ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ മറ്റ് മനുഷ്യനോട് സ്വന്തം കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് അത് അനുവദനീയമാണെന്ന് പറഞ്ഞത്. എന്ന ആയത്താവട്ടെ സൂറത്ത് മാഇദയിലാണ്, അത് മദനിയാണ്. ഏതാണ്ട് അവസാന കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ അധ്യായം കൂടിയാണ് ഈ ആയത്തുകളുമൊക്കെ. അപ്പൊ ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ മനുഷ്യർ തമ്മിൽ സഹായങ്ങളോ ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ ചെയ്താൽ പോലും ശിർക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. എത്ര പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇത് എങ്ങനെയാണ് മനസ്സിലാവാതിരിക്കുക? ഇന്നിവരെ തിരുത്തിയിട്ടില്ല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലാണ് ഈ അബദ്ധം. ഇതിനെപ്പറ്റി ഇപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം ഒരിക്കൽ പറഞ്ഞു, അള്ളാഹു 104 ഗ്രന്ഥങ്ങൾ ഇറക്കി. ആ 104 ഗ്രന്ഥത്തിന്റെ ആശയം 3 ഗ്രന്ഥത്തിലേക്ക് ചുരുക്കി. ഇസ്തിആനത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, എല്ലാ ദിവസവും എല്ലാ നമസ്കാരങ്ങളിലും എല്ലാ വഖത്തിലും എല്ലാ റക്അത്തിലുമെല്ലാം നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആയത്താണ്. അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ചർച്ചകൾ നമ്മൾ കാണുകയാണ്. അള്ളാഹുവിനോട് മാത്രമുള്ള ഈ ഇസ്തിആനത്ത്, അതിൽ ചിലരെയെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു, അതിന് ചില ആയത്തുകൾ തെളിവാണ് എന്നുള്ള രൂപത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സംസാരത്തിൻ്റെ ഒരു ശകലം അത് കേട്ട ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു ക്ലിപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ 5 നേരം നമസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ വയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ, അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടം ശിർക്കാണ്, മതത്തിലെ പൊതു നിയമമാണത്. ആ നിയമത്തിൽ നിന്നൊരു ഇസ്തിസ്ന, ഒരു എക്സംഷൻ ഉണ്ടാവണമെങ്കിൽ ആയത്ത് തെളിവ് വേണം, സ്വഹീഹായ ഹദീസ് തെളിവ് വേണം, അല്ലെങ്കിൽ പറ്റില്ല. ഏതുപോലെ ഞാൻ നാടുനീളെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ലളിതമാണ്. അതൊന്നും കേൾക്കാതെ കാതുകൂർപ്പിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടാൻ ഒരു വാചകം പറയട്ടെ. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, വിശ്വാസികളെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു മതത്തിന്റെ പൊതു നിയമമാണ്. നോമ്പ് യാത്രക്കാരന് നിർബന്ധമുണ്ടോ? ഇല്ല. രോഗിക്ക് നിർബന്ധമുണ്ടോ? ഇല്ല. എന്താ കാരണം? യാത്രയാണോ? അല്ല. രോഗമാണോ? അല്ല. പിന്നെ എന്താ കാരണം? അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, രോഗിയോ യാത്രക്കാരനോ അത്രയും ദിവസം മറ്റു മാസങ്ങളിൽ നോമ്പ് നോറ്റു വീട്ടിയാൽ മതി. ഇതുപോലെ വഇയ്യാക നസ്തഈൻ, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. അതിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചോദിച്ചാലും ശിർക്കാണ്, മനുഷ്യൻ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ്, മലക്കിനോട് ചോദിച്ചാലും ശിർക്കാണ്, ആരോട് ചോദിച്ചാലും ശിർക്കാണ്. തെളിവില്ലെങ്കിൽ അല്ലാഹു നമുക്ക് തെളിവ് നൽകി, വിശുദ്ധ ഖുർആനിന്റെ തെളിവ് നൽകി. അതുകൊണ്ട് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ മറ്റു മനുഷ്യനോട് സ്വന്തം കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് അത് അനുവദനീയമാണെന്ന് പറഞ്ഞത്. ഇത് അഴിഞ്ഞിലം സമ്മേളനത്തിലെ ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു സംസാരത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ അദ്ദേഹം ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിനെ വിശദീകരിക്കുകയാണ്. മറ്റ് ചില ആയത്തുകൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ നോമ്പ് നിർബന്ധമാക്കിയതും അതിൽ ചില ഇസ്തിസ്നാകൾ നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ച കൊണ്ടുവന്ന് അതൊരു ഉദാഹരണമായി എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത്, എല്ലാ സഹായതേട്ടങ്ങളും മനുഷ്യരോട് ചോദിക്കുന്ന അവരുടെ കഴിവിൽപ്പെട്ട സഹായതേട്ടങ്ങൾ തന്നെയും അത് ശിർക്കാകുമായിരുന്നു. പക്ഷേ ഇന്ന ആയത്തുകൊണ്ട് അത് പിന്നെ ശിർക്കല്ലാതാക്കി തീർത്തു. അള്ളാഹു അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ സഹായം അത് അനുവദനീയമാകുന്നു എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഫൈസൽ മൗലവി ഒന്ന് വിശദീകരിക്കും. യഥാർത്ഥത്തിൽ വളരെ അപകടം പിടിച്ച, ഒരിക്കലും ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റാത്ത ഒരു സമർത്ഥനമാണ് ഇപ്പം അദ്ദേഹം അവിടെ നിർവഹിച്ചത്. ഈ സംസാരത്തിൽ 2012 അഴിഞ്ഞിലം സമ്മേളനം നടക്കുന്നത്. 2012 പ്രത്യേകതയുള്ളത് 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപിതകാലം മുതൽ 100 കൊല്ലം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച സമ്മേളനമാണ് അഴിഞ്ഞിലം സമ്മേളനം. യഥാർത്ഥത്തിൽ 100 കൊല്ലം പറഞ്ഞ തൗഹീദ് ഇത്തരം ആളുകൾ അട്ടിമറിച്ചതും 2012 തന്നെയാണ്. ആ അട്ടിമറിയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മാറ്റം. 2012 മുമ്പ് KNM വേദിയിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങനെ പ്രസംഗിച്ച് നമ്മൾ കേൾക്കില്ല എന്ന് മാത്രം ഇവിടെ സമസ്തക്കാർ മുമ്പേ പറയുന്നത് സഹായാത്ത അല്ലാണ്ട് മാത്രമൊന്നുമല്ല, അല്ലാത്തതുമാകാം. നമ്മളും സമസ്തക്കാർ നമ്മൾ ഏറ്റവും വലിയ തർക്കം തന്നെ മാത്രം എന്ന പോയിന്റിലായിരുന്നു. അതെ,
ഇവിടെ മുസ്തഫ ഫൈസി ഖുർആൻ പരിഭാഷ ഇറക്കുകയും അതിൽ മാത്രം ഒഴിവാക്കിയതിന് നാടുനീളെ നമ്മളത് എടുത്തു തിരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഇസ്ലാമിൻ്റെ അസ്ലാണ്, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നുള്ളത്. അതിൽ നിന്ന് ഒരാളും ഒഴിവില്ല, ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല, ഒഴിവാക്കാൻ പറ്റുകയുമില്ല. അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഒഴിവാക്കി അവരോടും പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ മാത്രമില്ല, മാത്രം പോയി. ഇത് 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം തർക്കമില്ലാതെ പറഞ്ഞു പോകുന്ന ഒരു ബേസാണ്. ആ ബേസിനെ തന്നെ അട്ടിമറിച്ചു ഇവിടുത്തെ താല്പര്യങ്ങൾക്ക് വേണ്ടി, തൗഹീദ് നിർവചനം മാറ്റാൻ വേണ്ടി, ഈ 100 കൊല്ലം പറഞ്ഞ വസ്തുതകൾക്ക് നിരക്കാത്ത പുതിയൊരാശയം സ്ഥാപിക്കാൻ വേണ്ടി 2012 സംഘടനയുടെ പേരിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ആദർശത്തിൽ അട്ടിമറി നടത്തി. ആ അട്ടിമറിയുടെ അടിസ്ഥാനമാണ് ഈ ഒരു പ്രസംഗം. അദ്ദേഹമാണ് ആ പ്രസംഗം ഇവിടെ, ഈ ആശയം ഇവിടെ ആദ്യമായി ഇവർക്ക് പരിചയപ്പെടുത്തിയത്. അതിനു മുമ്പ് സംഘടന പാടില്ല എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ ഇതേ ആശയം ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതേ ആശയമാണ് പിന്നീട് അബ്ദുറഹ്മാൻ സലഫിയിലൂടെ നമ്മളിവിടെ കേട്ടത്. അത് എത്ര വലിയ അപകടം അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എടുത്താൽ, ഒന്ന്, അദ്ദേഹം ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആയത്ത് പ്രകാരം സഹായാർത്ഥന അള്ളാഹിനോട് മാത്രം. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം അർത്ഥിച്ചാലും അതെല്ലാം ശിർക്കാണ്. കാരണം ഈ ആയത്തിന് എതിരാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, മനുഷ്യൻ മനുഷ്യനോട് നടത്തുന്ന സഹായാർത്ഥന പോലും ശിർക്കാണ് ഈ ആയത്ത് പ്രകാരം എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതിൽ നിന്ന് ഒഴിവാകാൻ തെളിവുണ്ടായി. ഏതുപോലെ? നോമ്പിൻ്റെ വിഷയത്തിൽ വന്നതേപോലെ അത് മറ്റൊരു അപകടമാണ്. കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ ആയത്തിറക്കി. ഈ ആയത്ത് പ്രകാരം എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണ്. അത് രോഗിയെന്നോ യാത്രക്കാരെന്നോ ഒരു ഇളവുമില്ല. പിന്നീട് യാത്രക്കാരും രോഗിക്കുമൊന്നും നോമ്പ് ആവശ്യമില്ല, പിന്നീട് നോറ്റാലും മതി എന്ന് നമ്മൾ പറയുന്നു. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. എന്നതുപോലെ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ എന്നോട് മാത്രം സഹായം തേടുന്നു. പക്ഷെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നിങ്ങൾക്ക് തമ്മിൽ സഹായം തേടാം, അതുകൊണ്ട് ഇനി ആ മാത്രം ആവശ്യമില്ല എന്നാണ് ഇതിനർത്ഥം. ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. മറ്റേ ആയത്ത് കൊണ്ടോ എല്ലാ മുഅ്മിനീങ്ങൾക്കും നിർബന്ധമില്ല, യാത്രക്കാരല്ലാത്ത രോഗിയല്ലാത്ത മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമുള്ളൂ എന്ന് വന്നു. എന്നതുപോലെ ഇയ്യാക നസ്തഈൻ, എന്നോട് മാത്രം സഹായം തേടുന്നു എന്നായിരുന്നു ആദ്യകാലത്തെ അർത്ഥം. വതആവനു ബിർരി വത്തഖ്വ എന്ന ആയത്തോടു കൂടി ഇനി അള്ളാഹു നിന്നോടും അതേപോലെ മനുഷ്യന്മാരോടും സഹായം തേടുന്നു എന്നാവും അപ്പോൾ അർത്ഥം. അപ്പം മാത്രം എന്നത് ഇല്ലാതായി. അഥവാ തൗഹീദിൻ്റെ അസ്ൽ തന്നെ ഇതോടുകൂടി പൊളിഞ്ഞു പോയി. ഇതിൽ വരുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങൾ ഏറ്റവും ചുരുക്കുമ്പോൾ 4 പോയിന്റിൽ പറയാം. ഒന്ന്, ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. അത് ഏത് കാലത്തും എല്ലാ കാലത്തും അല്ലാഹുവോട് മാത്രം നിർവഹിക്കേണ്ടുന്ന ഇസ്തിആനത്താണ്. അതിൽ നിന്ന് എക്സെപ്ഷൻ കേസ് ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൗഹീദിൽ നിന്നാണ് ഇവിടെ എക്സെപ്ഷൻ കേസ് കൊടുക്കുന്നത്. അതൊരിക്കലും ഉണ്ടാവില്ല, അതോട് മാത്രമില്ലാതായിപ്പോയി. രണ്ടാമത്, അദ്ദേഹം തന്നെ പറഞ്ഞു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ പരസ്പരം സാധാരണ കാര്യത്തിൽ സഹായം ചോദിച്ചാൽ പോലും അത് ശിർക്കാണ് എന്ന് പറഞ്ഞു. എന്നാൽ സൂറത്ത് ഫാത്തിഹ മക്കിയാണ്. വതആവനു ബിർരി വത്തഖ്വ എന്ന ആയത്താവട്ടെ സൂറത്ത് മാഇദയിലാണ്, അത് മദനിയാണ്. മദനിയാണ് എന്ന് മാത്രമല്ല ഏതാണ്ട് അവസാന കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ അധ്യായം കൂടിയാണ് ഈ ഒരു അധ്യായവും ഈ ആയത്തുകളുമൊക്കെ. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ മനുഷ്യർ തമ്മിൽ സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങളോ ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ ചെയ്താൽ പോലും ശിർക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു 10 രൂപ കടം ചോദിച്ചാൽ ശിർക്കായിരുന്നു, അതേപോലെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ ചോദിച്ചാൽ ശിർക്കായിരുന്നു. ഇതെല്ലാം ശിർക്കായിരുന്നു. എന്നാൽ മദീന കാലഘട്ടത്തിൽ അവസാന വർഷങ്ങളിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു ഇതിൽ ഒരു ഇളവ് നൽകി എന്നൊരു ആയത്തിറക്കി, നിങ്ങൾ തമ്മിൽ ചോദിക്കാം. അതോടുകൂടി അത് പിന്നെ ശിർക്കല്ലാതായി മാറി. അപ്പോൾ അതുവരെ ശിർക്കായ കാര്യം ഈ ആയത്തോടു കൂടി ശിർക്കല്ലാതായി. അപ്പോൾ ശിർക്കിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു എന്ന് വരും. മാത്രമല്ല ഇവിടെ മനുഷ്യ കഴിവിൽപ്പെട്ടത് അല്ലാത്തത് എന്നൊന്നും ആയത്തിലില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ എന്നല്ലേ, പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക എന്നാണ് ഉള്ളത്. സഹായം തേടലുമല്ല, അത് മറ്റൊരു വിഷയം. മൂന്നാമത്, വതആവനു ബിർരി വത്തഖ്വ എന്ന ആയത്ത് എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യരോടും സഹായം ചോദിക്കാം എന്നതിന് തെളിവല്ല. ഈ ആയത്തൊരിക്കലും മനുഷ്യന്മാർ തമ്മിൽ നടക്കുന്ന സഹായാർത്ഥനെക്കുറിച്ചേ അല്ല. ഇത് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ഇടപാടിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ദീന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അല്യോ അക്മൽതുലക്കും ദീനക്കും എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുമുള്ളത്. അവിടെ മുഅ്മിനീങ്ങൾക്ക് ദീന് പൂർത്തിയാക്കി, ഇസ്ലാം പൂർത്തിയായി, ഇനി നിങ്ങൾ അവിശ്വാസികളെയും മറ്റും ഭയപ്പെടേണ്ടതില്ല. അല്യോ ഇസ്രായേൽ കഫറു മിൻ ദീനിക്കും, അവർക്ക് നിങ്ങൾ കാലത്ത് നിരാശപ്പെട്ടു പോയിട്ടുണ്ട്,
ഇനി നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടത് നിങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് വതആവനു എന്ന് പറഞ്ഞത് മുഅ്മിനീങ്ങളോടാണ്, അതെ, മൊത്തം മനുഷ്യന്മാരോടല്ല. അപ്പം മുഅ്മിനീങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചുമൊക്കെ നന്മയിലും പുണ്യത്തിലുമൊക്കെ സഹായിച്ചും സഹകരിച്ചും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക എന്നാണ് ആയത്തിൻ്റെ ആശയം. അതുപ്രകാരം മുഅ്മിനല്ലാത്തൊരാൾ സഹായം ചോദിച്ചാലോ അത് ഈ ആയത്തിൽ പെടില്ല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുമില്ല. ഇവരെ വാദം ശരിയാണെങ്കിൽ വയ്യാക്ക നസ്തഈൻ എന്ന ആയത്തിൽ നിന്ന് ഇസ്തിസ്നായാണ് ഒഴിവാക്കി പറഞ്ഞാണ് ഈ ആയത്ത് എങ്കിൽ മുഅ്മിനീങ്ങളെ മാത്രമാണ് ഒഴിവാക്കിയത്. അപ്പോൾ അവിശ്വാസികളോടോ കപടന്മാരോടോ യഹൂദികളോടോ നസ്രാനികൾക്ക് സഹായം ചോദിക്കലോ സാധാരണ വിഷയത്തിലാണെങ്കിൽ പോലും ശിർക്ക് തന്നെയാണ് എന്ന് വരും. നാലാമത് ആ ആയത്തിൻ്റെ ബാക്കി ഭാഗം എന്താണ്? വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റത്തിലും ശത്രുതയിലും പരസ്പരം നിങ്ങൾ സഹകരിക്കരുത് എന്നാണ്. അഥവാ അത് ഒഴിവാക്കിയിട്ടില്ല എന്നർത്ഥം. ഇവർ പറഞ്ഞ അർത്ഥപ്രകാരമാണെങ്കിൽ അത് പ്രത്യേകം അത് എടുത്തു പറഞ്ഞു. തആവനു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇസ്തിസ്ന ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കൂടെ എടുത്തു പറഞ്ഞു ഇത് പറ്റൂല. അപ്പോൾ ഒരു തെറ്റായ കാര്യത്തിന്, ദോഷകരമായ കാര്യത്തിന്, ഹറാമായ കാര്യത്തിനൊക്കെ ഒരാൾ സഹായം ആവശ്യപ്പെട്ടാലോ ശിർക്കായി മാറും. അത് ഇസ്തിസ്ന ഇല്ലാന്നല്ലേ വരിക. അപ്പോൾ ഒരാളോട് മദ്യപിക്കാൻ അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വ്യഭിചരിക്കാൻ ഒക്കെ മറ്റൊരാളോട് സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ മോഷ്ടിക്കാൻ പോകുന്നത് എൻ്റെ ബൈക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹറാമായ സംഗതിക്ക്, തെറ്റായ കാര്യത്തിൽ പരസ്പരം സഹായം ആവശ്യപ്പെട്ടാൽ അത് ശിർക്കാണ് എന്നാണ് വരിക. അപ്പം അത്രയും വലിയ അപകടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ വ്യാഖ്യാനം വഴി എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതൊരിക്കലും അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. 100 കൊല്ലം പറഞ്ഞു വന്ന ഒരു ബേസിനെ അട്ടിമറിച്ച് ഒരു പുതിയ നിർവചനം സ്ഥാപിച്ച് മനുഷ്യ കഴിവിനപ്പുറമുള്ളതൊക്കെ വിവാദത്താണ്, അതെല്ലാം ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തെളിവുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കുരുട്ട് ബുദ്ധി മാത്രമാണ് ഇത്. അപ്പോൾ ഇതിലൂടെ സ്ഥാപിച്ചത് എന്താണ്? മനുഷ്യന്മാർ ചോദിക്കാം അതിനെ ഒഴിവാക്കി തന്നു, അപ്പോൾ ചോദിക്കാം എന്നതുപോലെ ജിന്നോട് ചോദിക്കാം എന്ന് എവിടെയും ആയത്തില്ല, ഹദീസില്ല. അതുകൊണ്ട് അതെല്ലാം ശിർക്കാണ്. ജിന്നോട് ചോദിക്കുന്ന ആയത്തുണ്ടാവില്ലല്ലോ, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അത് എവിടെയും ആരും ജിന്നോട് ചോദിക്കാമെന്നോ ചോദിക്കണമെന്നോ ഒരാളും ഒരു ആശയമായി പഠിപ്പിക്കുന്നുമില്ല. പക്ഷെ ജിന്നുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടും ശിർക്കാണെന്ന് പറയാൻ വേണ്ടി അട്ടിമറിക്കുകയാണ്. ഇവിടെ 3 ആയത്ത് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുകയാണ്. ഒന്ന് വയ്യാക്ക നസ്തഈൻ എന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല, അതിലെ മാത്രം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. 2 വതആവനു ബിൽ ബിർരി വത്തഖ്വ എന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. മുഅ്മിനീങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സഹായിച്ചും സഹകരിച്ചും ജീവിക്കണം എന്ന് പറഞ്ഞതിനെയാണ് ഈ തരത്തിൽ കൊണ്ടുപോയത്. 3 കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറയുന്ന ആയത്തിനെ അസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തി. അവിടെ നോമ്പുമായി ബന്ധപ്പെട്ട അഹ്കാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിനെ അക്കീദയിൽ കൊണ്ടുവന്നിട്ട് അത് ഒരിക്കലും അതിൽ ഉദ്ദേശിക്കപ്പെടും പോലും ചെയ്യാത്ത ഒരു ആശയ തലത്തിലേക്കാണ് ആ ആയത്തിനെ ഇവിടെ തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് ഈ വാദത്തെ സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നത്. അത്രയും വലിയ അപകടത്തിലാണ് യഥാർത്ഥത്തിൽ ഇതുവഴി എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതൊരു വിശ്വാസിക്കും ഹൃദ്യസ്ഥമായ ആശയം വശമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു അധ്യായമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ നമസ്കാരങ്ങളും നമ്മൾ പാരായണം ചെയ്യും. ഇത് അള്ളാഹുമായിട്ടുള്ള ഒരു കരാറാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ അതിലാണ് പിന്നെ ഈ ഒരു മാറ്റത്തിരുത്തൽ, ഈ അടിസ്ഥാനം തന്നെ മാറ്റുന്ന രൂപത്തിലുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നത്. അപ്പോൾ ഈ ഒരു ആയത്ത് മറ്റൊരായത്ത് ഇറങ്ങിയപ്പോൾ അതുവരെ ശിർക്കായിരുന്ന ഒരു കാര്യം അതോടുകൂടി തൗഹീദായി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഗുരുതരമായ സംഗതിയാണ്. അബൂബക്കർ സലഫി ഒന്ന് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് പറയും. അല്ല, ഇതിലിപ്പോൾ ഇത്ര വലിയ അപകടം പറഞ്ഞ ഫൈസലും വലിയ ഇപ്പോൾ വിശദീകരിച്ചു. ഇങ്ങനത്തെ ഒരു അബദ്ധം അത് ഇസ്ലാമിനെ തന്നെ അട്ടിമറിക്കുക ചെയ്യണം. ഇസ്ലാമിൻ്റെ തൗഹീദിനെ അട്ടിമറിക്കുകയാണ് ഇവിടെ ചെയ്യണത്. കുറേ കാലം തൗഹീദ് ഒരു രൂപത്തിൽ, കുറച്ച് കഴിഞ്ഞാൽ തൗഹീദ് വേറൊരായത്ത് നിന്നിട്ട് അത് മാറുക. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ അടിത്തറകൾ ഒരിക്കലും മാറൂല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുണ്ടല്ലോ, അൽ അംബിയാ ഇഖ്വത്തുൽ അല്ലാത്ത്, വ്യത്യസ്ത ഉമ്മമാരുടെ മക്കളാണ്, എന്നാൽ പിതാവ് ഒന്ന്. അഥവാ ഇസ്ലാമിൻ്റെ അടിത്തറകളൊക്കെ ഒന്നായിരിക്കും, ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. ശരീഅത്തിൽ വിധികളിലൊക്കെ ചില മാറ്റങ്ങളുണ്ടാകും, പക്ഷേ ഇത് അടിത്തറകളിൽ മാറ്റം ഉണ്ടെന്നറിയാം. അപ്പോൾ കുറേ കാലം തൗഹീദ് ഒരു രൂപത്തിൽ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റം വരുത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാകും. ഇസ്ലാമിനെ തന്നെ അങ്ങോട്ട് പകർക്കുകയാണ്. മാത്രമല്ല എത്ര പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇത് എങ്ങനെയാണ് മനസ്സിലാവാതിരിക്കുക? ഇതൊന്നും ഇവരെ തിരുത്തിയിട്ടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലാണ് ഈ അബദ്ധം.
ഇതിനെപ്പറ്റി ഇപ്പോൾ ഇമാം ഇബ്നുൽ ഖയ്യിം ഒരിക്കൽ പറഞ്ഞു, അള്ളാഹു 104 ഗ്രന്ഥങ്ങൾ ഇറക്കി. ആ 104 ഗ്രന്ഥത്തിൻ്റെ ആശയം 3 ഗ്രന്ഥത്തിലേക്ക് ചുരുക്കി, തൗറാത്ത്, ഇഞ്ചീൽ, സബൂറിലേക്ക്. എന്നിട്ട് ആ 3 വിശുദ്ധ ഖുർആനിലേക്കാണ് കൊണ്ടുവന്നു അതിൻ്റെ പ്രധാന ആശയങ്ങളൊക്കെ. എന്നിട്ട് ഖുർആനിലുള്ള ആശയം ഫാത്തിഹ സൂറത്തിന് കൊണ്ടുവന്നു. ആ ഫാത്തിഹ സൂറത്ത് പിന്നെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ കൊണ്ടുവന്നു. ഇതിനു വേണ്ടിയാണ് ശരിക്ക് അള്ളാഹു നബിമാരൊക്കെ അയച്ച് ഇത് പഠിപ്പിക്കാൻ. അതിൻ്റെ ഏറ്റവും പ്രധാനമാണ് ഫൈസൽ അലി പറഞ്ഞ മാത്രം എന്നുള്ളത്. നിന്നോട് മാത്രം സായുന്നു, ആ മാത്രമാണ് ഇവിടെ കളഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയം. അപ്പോൾ ഒരുപക്ഷെ ഇത് മുവാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ചപ്പം അള്ളാഹു കൊടുക്കുന്നൊരു ശിക്ഷയായിരിക്കും. ഇത് മാത്രമൊന്നുമല്ലല്ലോ, അപ്പോൾ ജിന്നുകളെ മലക്കുകളൊക്കെ അവരുടെ കഴിവ് കൂട്ടി അള്ളാഹുവിൻ്റെ കഴിവ് അവരെ മേലുണ്ട് ആരോപിച്ചിട്ട് അങ്ങനെയും ശിർക്കിലേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെ എന്താ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, മുവാഹിദുകളെ നേരെ ശിർക്ക് ആരോപിക്കുമ്പോൾ ഇത് തിരിച്ചടിക്കും. അതാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. എന്തായാലും അവരിത് തിരുത്തിയിട്ടില്ലെങ്കിൽ ഗുരുതരമാണ് എന്നീ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പിന്നെ മാത്രവുമല്ല, യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞ പ്രകാരമാണെങ്കിൽ തഅവ്വനു ബിൽ വത്തഖ്വ എന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ സ്വഹാബിയും മറ്റു സ്വഹാബിയോടും ഒരു കാര്യത്തിലും ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരൂല. പാടില്ലായിരുന്നു. ഹിജറ പോയ സമയത്ത് പോലും ഇത്യോപ്യയിലേക്ക് പറഞ്ഞയക്കുന്നു, സഹായം ആവശ്യപ്പെടുന്നു, അവിടെ പോയി അഭയം തേടുന്നു, അങ്ങോട്ട് പറഞ്ഞയക്കുന്നു. ഇതൊക്കെ ശിർക്കല്ലേ? അപ്പം അന്ന് ഒരു നബിയോ സഹാബിയോ ആരും ഒരു മനുഷ്യനോടും ഒരു സഹായം ചോദിക്കലില്ല, കടം ചോദിക്കലില്ല, വായ്പ ചോദിക്കലില്ല, ഒരു കൈ പിടിക്കാൻ പറയലില്ല, ഒക്കെ ശിർക്കായി മാറും. അപ്പം ഈ തആവ്വനു എന്ന ആയത്തിറങ്ങുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാവും. ഇതുവരെ ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കാൻ പാടില്ലായിരുന്നു, ഇപ്പം അതിനൊരു ഇളവ് കിട്ടിയല്ലോ എന്നാണല്ലോ യഥാർത്ഥം സംഭവിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് സഹാബിമാർ ചോദിച്ച ഈ സഹായ ചോദ്യങ്ങളൊക്കെ ശിർക്കായിരുന്നു എന്നല്ലേ ഇതിലൂടെ യഥാർത്ഥത്തിൽ ഇവർ പറയാതെ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ മുവഹിദുകളുടെ നേരെ ശിർക്ക് ആരോപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി എന്നുള്ള രൂപത്തിൽ തന്നെ നമ്മളിതിനെ മനസ്സിലാക്കണം. ഏറ്റവും അടിസ്ഥാനപരമായ ആ ഒരു അസുല് തന്നെ പൊളിഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് ഈ ഒരു ആരോപണം അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.